ഇപ്പോൾ നമ്മോടൊപ്പം കോൺഗ്രസിൽ നിന്നും ശ്രീ വർഗീസ് ചേരുന്നുണ്ട്. ശ്രീ വർഗീസ്, ഇപ്പോൾ കുന്നംകുളത്ത് വീണ്ടും ഒരു മർദ്ദനം, പോലീസ് മർദ്ദനം ഇപ്പോൾ ആരോപണം വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പും കസ്റ്റഡി മർദ്ദനം അടക്കമുണ്ടായിരുന്ന ഇതും പോലീസുകാർ, കുന്നംകുളം പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് മാത്രമാണ് ആരോപണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? കഴിഞ്ഞ കുറെ കാലങ്ങളായി കുന്നംകുളം പോലീസിന്റെ ഈ മർദ്ദനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ മർദ്ദിച്ചപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചു, അതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി. ഇപ്പോഴും ആ നടപടി സ്റ്റേഷൻ ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു അച്ചടക്ക നടപടി, സസ്പെൻഷൻ മാത്രമല്ലാതെ വേറെ ഒന്നും നടപ്പായിട്ടില്ല. ഈ മർദ്ദനം, ഈ വൈശാഖ് എന്ന് പറയുന്ന SI എത്ര മർദ്ദനങ്ങൾ നടത്തിയിട്ടുണ്ട് ആഘോഷപ്പറമ്പുകളും അല്ലാതെയുമായിട്ട്. എത്രയോ പരാതികളുണ്ടായി. CPM-കാർക്ക് എത്ര അടി കിട്ടി, എത്രയോ അടി പേപ്പട്ടിയെ തല്ലുന്നത് പോലെ CPM-കാരെ എവിടെ വെച്ചൊക്കെ തല്ലി ഈ പോലീസ്. അതിനൊന്നും ഒരു നടപടിയില്ല. എല്ലാം സാമ്പത്തികം കൊടുത്ത് സെറ്റിൽ ചെയ്യാണ്. എത്രയോ പരാതികളുണ്ടായി, എത്രയോ അറിയപ്പെടാത്ത പരാതികളുണ്ടായി. കുന്നംകുളം പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ടാ സംഘമാണ്, അഴിമതിയുടെ കൂടാരമാണ് അവിടെ. ഒരു നടപടിയും എടുക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണില്ല അവിടെ. ഒരടിയല്ലല്ലോ. കഴിഞ്ഞ കാലങ്ങളായി എത്ര പരാതികളുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ചോദിച്ചാൽ അറിയാലോ. ഈ പരാതികൾ മൂലം എന്തെല്ലാം നടപടി എടുത്തു. ഇന്നലെയും മർദ്ദനം, അടുപ്പൂട്ടി പെരുന്നാൾ, ഇതിന്റെ ഒരു 28-ാം തീയതി നടന്ന അടുപ്പൂട്ടി പെരുന്നാളിൽ അടി നടന്നില്ലേ? ഈ വൈശാഖ SI ഈ ഗുണ്ടാ പോലീസും എത്ര പേരെ മർദ്ദിച്ചു, എത്ര സ്ഥലത്ത് അടിയുണ്ടാക്കി. ഒരു നടപടി എടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. അതിന് മുഖ്യ കാരണം എന്താണെന്ന് വെച്ചാൽ കുന്നംകുളം പോലീസ് ഭരിക്കാൻ CPM-ഓ LDF-ഓ അല്ല ഭരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു മുതലാളി, അബ്കാരി മുതലാളി, വിദേശത്ത് വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു അബ്കാരി മുതലാളിയാണ് ഈ കുന്നംകുളം സ്റ്റേഷന്റെ ഭരണം കൊണ്ട് നടക്കുന്നത്. അദ്ദേഹം നടത്തിയ ഒരു ഗാനവേള, എല്ലാ സ്ഥലത്തും 10 മണി കഴിഞ്ഞാൽ കുന്നംകുളത്ത് സ്റ്റേഷനിൽ വന്നവർ പോലീസ് വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഈ സാധനം നിൽക്കുകയാണ്. ഫീസ് ഊരി കൊണ്ടുപോകും, അവരെ മർദ്ദിക്കും, അവരെ മയക്കെടുത്തുകൊണ്ട് പോകും. ഈ വലിയ മുതലാളി, വലിയ വിദേശത്തുള്ള അബ്കാരി മുതലാളി ഒരു ഗാനമേള നടത്തി 11:30 വരെ ഗാനമേള നടത്തിയില്ലേ? കുന്നംകുളം ACP അവിടെ കാവൽ നിന്നില്ലേ? ഈ വൈശാഖ് പറയുന്ന SI ലീവ് എടുത്തുകൊണ്ട് ഈ അബ്കാരിയുടെ വീട്ടിൽ കിടന്നുറങ്ങുകയല്ലേ? ഈ പോലീസിനെ പറ്റി എന്ത് പറയാനാ? ഇത്രയും ഭീകരതയുള്ള, ഇത്രയും മാഫിയ സംഘം പോലെയാണ് കുന്നംകുളം പോലീസ് പ്രവർത്തിക്കുന്നത്. CPM-ന് പോലും നീതി കിട്ടുന്നില്ല. CPM-ന് പ്രതികരിക്കാൻ പ്രാണിയില്ലാത്ത കാരണം പേപ്പട്ടിയെ പോലെ തല്ലുകൊള്ളുക എന്നുള്ളത് അവരുടെ യോഗമായി പോയി. ഞങ്ങളുടെ ഒരു പ്രവർത്തകരെ തല്ലിയാൽ ഞങ്ങൾ പ്രതികരിക്കും, ഇനിയും പ്രതികരിക്കും. ഇതിപ്പോൾ ഇനി ഏത് തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മളല്ല, ഇത് അടികൊണ്ട CPM-നാണ്. അവരെന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കട്ടെ. അവർക്ക് പറ്റില്ലെങ്കിൽ അവർ പറയട്ടെ. ഞങ്ങൾക്ക് ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. പിണറായി വിജയനെ, ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി വിജയനെ ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഇവർ മുതലാളിമാരുടെ കയ്യിലാണ്. ഇവർ CPM-ന്റെ ഏരിയ കമ്മിറ്റി പത്രക്കുറിപ്പ് കൊടുത്തതുകൊണ്ടോ CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതാക്കന്മാർ ഫേസ്ബുക്ക് ഇട്ടതുകൊണ്ടോ ഇവിടെ പ്രശ്നം തീരുന്നില്ലല്ലോ. ഇത് അറിയപ്പെടുന്ന ഒരു അടിയല്ലേ? അറിയപ്പെടാത്ത എത്രയോ അടികൾ നടന്നിട്ടുണ്ട്. അടുപ്പൂട്ടി പെരുന്നാളിന് കൊടുത്തൊരടി, അടിച്ചൊരടി ഈ വൈശാഖിന്റെ നേതൃത്വത്തിൽ തന്നെ. വൈശാഖ് മാത്രമല്ല, അവിടെ വലിയ ഗുണ്ടാ സംഘമുണ്ട്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ സത്യം. ഇത് കൂടാതെ പഴയ DSP ഓഫീസ്, ACP ഓഫീസിന്റെ മുകളിൽ CA റൂം ഇന്നും ഇടിമുറിയായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇതിനെതിരെ ഒരു നടപടി എടുക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയില്ല. പിണറായി വിജയന് വേറെ വല്ല പണിക്ക് പോകില്ല നല്ലത്. ശരി, വർഗീസാണ് കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.